വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. നമ്മൾ ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് നിവർന്നു നിൽക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ച് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ എന്ന് പറയുന്നത് അസ്ഥികളെ കുറിച്ചും അതേപോലെ തന്നെ ജോയിന്റ്സിനെ കുറിച്ചും ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഭാഗം ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളോട് ഇതിൽ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കുറേ അസ്ഥികളെ കുറിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ തലയോട്ടിയെ കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു, നട്ടലിനെ കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ തലയോട്ടിയെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് മിസ് നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് നട്ടെല്ലിനെ കുറിച്ചാണ്. നമുക്ക് ചെറുപ്പം മുതലേ അല്ലെ നമുക്ക് കൃത്യമായിട്ട് നട്ടെല്ല് എന്നുള്ള ഒരു എല്ല് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നട്ടെല്ലുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും നിവർന്ന് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ. ഇപ്പൊ ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്നുള്ള ഈ ചാപ്റ്റർ പറയുമ്പോൾ തന്നെ നട്ടെല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഈ നട്ടെല്ലാണ്. അപ്പൊ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നട്ടെല്ല് എന്ന് പറഞ്ഞ ഒരൊറ്റ എല്ലാണ് എന്നുള്ളത്. അങ്ങനെയാണോ മക്കളെ? അല്ല. അപ്പൊ നട്ടെല്ലിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നട്ടെല്ല് എന്ന് പറയുമ്പോൾ അല്ലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബോൺസ് ടുഗദർ ലൈക്ക് എസ് ഷേപ്ഡ്. കുറേ ബോൺസുകൾ കൂടി ചേർന്നാണ് നട്ടെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ഹെൽപ്പ് us ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ് അല്ലെ. എസ് ആകൃതിയിലുള്ള ഈ ബോൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ നോക്കിക്കേ, ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നമ്മൾ നട്ടെല്ല് എന്ന് പറയുന്നത്. അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. അപ്പൊ നട്ടെല്ലുള്ള അസ്ഥികളെ നമ്മൾ കൃത്യമായിട്ട് ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത്? കശേരുക്കൾ എന്നാണ്. 33 കശേരുക്കൾ ചേർന്നാണ് നട്ടെല്ല് ഉണ്ടായിരിക്കുന്നത്. എത്ര കശേരുക്കൾ ചേർന്നാണ് നട്ടെല്ല് ഉണ്ടായിരിക്കുന്നത്? 33 കശേരുക്കൾ ചേർന്നാണ്. നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള സുഷുമ്ന നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളയാണ്. എവിടെയാണ്? നട്ടെല്ലിന്റെ ഉള്ളിലൂടെയാണ് ഈ സുഷുമ്ന നാഡി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. അപ്പൊ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? ബ്രെയിനിന്റെ സംരക്ഷണ കവചം തലയോട്ടി എന്ന് പറഞ്ഞതുപോലെ സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നട്ടെല്ല് എന്ന് പറയണം. നട്ടെല്ലിന് ക്ഷതമേറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് എഴുന്നേറ്റ് നടക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റും എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ മക്കളെ, ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അസ്ഥിസന്ധികൾ എന്ന് പറയുന്നത്. അസ്ഥിസന്ധികളിൽ തന്നെ ഞാൻ ഇപ്പൊ ഒരു ചിത്രം കാണിച്ചു തരാം. ഇങ്ങനെ ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇവിടെ ഏത് സന്ധിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരങ്ങൾ എഴുതാൻ നിങ്ങൾക്കറിയണം. അപ്പൊ ഓരോ സന്ധിയുടെയും സ്ഥാനങ്ങളും നിങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്, ഈ സന്ധി എവിടെയാണുള്ളത്? അതായത് നമ്മുടെ കഴുത്ത് അല്ലെ, അതേപോലെ തന്നെ നട്ടെല്ലിന്റെ ഭാഗവും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് ഇരിപ്പുള്ളത്, ഏത് അസ്ഥിസന്ധിയാണ് ഇരിപ്പുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഏതാണ്, ഏത് സന്ധിയാണുള്ളത്? പിവോട്ട് ജോയിൻ അഥവാ കീലസന്ധിയാണ് നമ്മുടെ നട്ടെല്ലും അതേപോലെ തന്നെ നട്ടെല്ലിന്റെ ഈ ഒരു മുകൾ ഭാഗം, പ്രധാനമായിട്ടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും തലയോടും ചേരുന്ന ഭാഗത്ത് ഉള്ള അസ്ഥി എന്ന് പറയുന്നത്. അപ്പൊ കഴുത്തിനടുത്ത് ഏത് അസ്ഥിയാണെന്ന് ചോദിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. അത് ഏതാണ്? കീലസന്ധിയാണ്. കീലസന്ധിയാണ്. ഇരു ദിശകളിലേക്കും നോക്കിക്കേ, ഇരു ദിശകളിലേക്കും തിരിക്കാൻ സാധിക്കുന്ന സന്ധി. അതായത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഡയറക്ഷനിലേക്കും അല്ലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഈ സന്ധിയെ തിരിക്കാൻ സാധിക്കുന്നുണ്ട്. A bone turns opposite direction at an axis in the same plane എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആൻസർ ആയിട്ട് പറയണം? കീലസന്ധി ആൻസർ ആയിട്ട് പറയണം. അപ്പൊ നിങ്ങളോട് അടുത്തതായിട്ട് ഫുള്ളി മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, എല്ലാ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സന്ധിക്കാണ് അങ്ങനെ സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ്, ഗോളര സന്ധിയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. എന്നാൽ ഒരു ദിശയിലേക്ക് മാത്രം, ഓൺലി വൺ ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ്മെന്റ് സാധ്യമാകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? അവിടെയാണ് ഹിഞ്ച് ജോയിന്റ് അഥവാ വിജാഗിരി. നമ്മുടെ ഡോറൊക്കെ തുറക്കുന്ന മാതിരി ഒരു സൈഡിലേക്കേ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എൽബോ അല്ലെ, ഇതൊക്കെ എന്താണ്? നമുക്ക് അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ജോയിന്റ് ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ ഡയറക്ഷൻ പറയും, എന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.